ഡാമുകളൊക്കെ തുറന്നിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യം കൂടി നമ്മൾ പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ 13 ഷട്ടറുകളും തുറന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് നിതിൻ പറയുന്നത്. അല്പസമയം മുൻപാണ് ഡാമിന്റെ ആ 13 ഷട്ടറുകളും സ്പിൽവേ ഷട്ടറുകളും ഉയർത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിതിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ തോമസ്, നിതിൻ വീണ്ടും ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് വരുന്നത്. 1 മണിയോടുകൂടി ആ ഷട്ടറുകളും തുറന്നിരിക്കുന്നു. എന്താണ് മനസ്സിലാക്കുന്നത്? അവിടെ നിന്നുള്ള വിവരങ്ങൾ പറയൂ. പൂജ, പെരിയാർ തീരത്ത് അതീവ ജാഗ്രതയാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 13 ഷട്ടറുകളും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ 13 ഷട്ടറുകളും നിലവിൽ തുറന്നിരിക്കുകയാണ്. 1 മീറ്റർ വീതമാണ് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. ഇതോടുകൂടിയിട്ട് ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് 7163 കനയടിയായി ഉയരും. ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ ഈ 7163 കനയടിയായി ഉയരുന്ന വെള്ളം പെരിയാറ്റിലൂടെ ഒഴുകി ആദ്യത്തെ ജനവാസ മേഖലയായ വള്ളക്കടവ് ഭാഗത്തേക്ക് വരും. ഈ വള്ളക്കടവ് ഭാഗത്ത് തന്നെ വീടുകളിലൊക്കെ തന്നെ ഒരു പക്ഷേ വെള്ളം കയറാനുള്ള ഒരു സാധ്യത അധികൃതർ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ മുന്നറിയിപ്പാണ് പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവർക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 2 ക്യാമ്പുകൾ സജീവമാക്കിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളിലും അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ ഗവൺമെൻറ് സ്കൂളിലുമാണ് ക്യാമ്പുകൾ ഒരുക്കിയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ജനങ്ങളെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കുന്നതായിരിക്കും. നിലവിൽ നമുക്ക് അവസാനമായി അറിയാൻ സാധിക്കുന്നത് ഈ മുല്ലപ്പെരിയാറിലേക്കുള്ള വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നും മുല്ലപ്പെരിയാർ ഡാമിലേക്കുള്ള ഒഴുക്ക് എന്ന് പറയുന്നത് 15,000 കനയടിയാണ് വെള്ളം മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വീണ്ടും കൂട്ടുന്നത്. നേരത്തെ 8 ഷട്ടറുകൾ ആദ്യം രാവിലെ 3 ഷട്ടറുകളായിരുന്നെങ്കിൽ പിന്നെ അത് 11 മണിയോട് കൂടിയിട്ട് 8 ഷട്ടറുകളും 75 സെൻറ്റിമീറ്റർ വീതം ഉയർത്തിയിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ നിലവിൽ വീണ്ടും 1 മണിയോട് കൂടിയിട്ട് 13 ഷട്ടറുകളും ഉയർത്തിയിരിക്കുകയാണ്. 1 മീറ്റർ വീതമാണ് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. അതോടുകൂടിയിട്ട് 7163 കനയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുകയാണിപ്പോൾ.